CSR ഫണ്ട് തട്ടിപ്പിൽ താൻ ഇരയാണെന്ന് നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കും സാധാരണക്കാർക്ക് ഒപ്പവുമാണ് നിൽക്കുന്നതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു MLA. മുദ്ര എന്ന സംഘടന സർക്കാർ അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും MLA പറഞ്ഞു. മുഖ്യമന്ത്രിക്കും DGPക്കും MLA പരാതി നൽകി. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ CSRന്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പെന്ന് പറയുന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കും DGPക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത്. അപ്പോൾ ഇത്രയുമേറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും, ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും, നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ഗൂഢമായ തട്ടിപ്പാണ്. ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായൊരു തട്ടിപ്പിന് സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇരയായിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ നിരവധി പരിപാടികളിൽ ബഹുമാന്യരായ മന്ത്രിമാരും ജനപ്രതിനിധികളും MLAമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ അവർ ഈ വലിയ കുറ്റവാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരാരും പോയത്. അതുപോലെ തന്നെയാണ് പെരിന്തൽമണ്ണയിലും ഞങ്ങളൊരു മുദ്ര എന്ന് പറയുന്ന സംഘടന. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും, നിങ്ങൾ മീഡിയ പ്രവർത്തകരാണല്ലോ, നിങ്ങൾ മീഡിയയുടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ വന്ന് അന്വേഷിക്കും. ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് മാത്രം കിട്ടി നമുക്ക് ഒരിക്കലും ആ ഒരു തരത്തിലുള്ള എംപവർമെൻറ്റ് സാധിക്കില്ല. ഞങ്ങൾ അവിടെ വിദ്യാഭ്യാസത്തിൽ ഊന്നി വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് LP സ്കൂളിലെ കുട്ടികളുടെ LSS പരിശീലനം മുതൽ IAS പരിശീലനം വരെ നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനൊന്നും ഒരു നയാ പൈസയുടെ സഹായവും സർക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നില്ല, ലഭിക്കുന്നില്ല. ഇരുചക്രവാഹനം, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ എന്നിവ പകുതി വിലയ്ക്കെന്ന് വാഗ്ദാനം ചെയ്ത് അനന്തകൃഷ്ണൻ കുരുക്കിയതെന്നാണ് നജീബ് കാന്തപുരം MLA പറയുന്നത്. പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി വഴി സഹായം നൽകാമെന്ന് അനന്തു വാഗ്ദാനം ചെയ്തതാണ്. താൻ അതിന്റെ ഇരയാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഈ കേരളത്തിൽ നടന്ന ഈ ഒരു വലിയ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ്, ആ പറ്റിക്കപ്പെട്ട ഒരാളാണ്, വഞ്ചിക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ ഒരാളെന്ന നിലക്ക് ഞാൻ പറയുന്നു, ഈ തട്ടിപ്പിനെതിരായിട്ട് നിയമപരമായിട്ടും നിയമം അനുശാസിക്കുന്ന തരത്തിൽ എല്ലാ നിലക്കും ശക്തമായി ഉണ്ട്. CSR പദ്ധതികൾ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത്. പെരിന്തൽമണ്ണയിലെ മുദ്ര എന്ന സംഘടനയ്ക്ക് സർക്കാരിന്റെ അംഗീകാരമുണ്ടെന്നും കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടെന്നും ആർക്കും പരിശോധിക്കാമെന്നും നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. ബഹുമാന്യനായ DGP ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, ഇയാൾ ഒരുപാട് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതായി അറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അത് കിട്ടി സാധാരണക്കാരുടെ പണം തിരിച്ചു കൊടുക്കണം. നമുക്ക് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ബാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഏത് NGO വഴി വന്നാലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ പണമല്ലേ, അത് തിരിച്ചു വാങ്ങി കൊടുക്കാൻ നമ്മൾ എല്ലാ അറ്റം വരെയും നോക്കേണ്ടതായിരുന്നു. കാരണം എന്തായാലും ഇനി തയ്യൽ മെഷീൻ്റെ ഒരു പ്രസക്തി ഇല്ല. പക്ഷെ കയ്യിൽ നിന്ന് പോയ ആളുകളുടെ പണം അതല്ല, നമുക്ക് കണക്ക് പറയുമ്പോൾ തയ്യൽ മെഷീൻ എന്നുള്ളത് ഒരു തട്ടിപ്പിന്റെ തയ്യൽ മെഷീനാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് പണം പോയത് പണമെങ്കിലും MLA പറയുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അല്ല, പണം പോയത് എത്ര എന്നുള്ളത് നോക്കാം. ഇതിൽ കണക്കൂട്ടിയാൽ കിട്ടാവുന്നതല്ലോ, അതങ്ങനെ ഒരു പ്രധാന കാര്യമല്ലല്ലോ. 762 തയ്യൽ മെഷീനുകൾ, 19 സ്കൂട്ടറുകൾ, വിദ്യാർത്ഥികൾക്ക് 234 ലാപ്ടോപ്പുകൾ, 182 കർഷകർക്ക് ജൈവവളം, 5 പേർക്ക് പ്യൂരിഫയറുകൾ എന്നിവ വിതരണം ചെയ്തു. പണം അനുവദിക്കുന്നതും സ്വീകരിക്കുന്നതും ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. ഒളിച്ചുവയ്ക്കാൻ ഒന്നുമില്ലെന്നും എല്ലാം സുതാര്യമാണെന്നും ആർക്കും പരിശോധിക്കാമെന്നും നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. തട്ടിപ്പിനെ നിയമപരമായി നേരിടുമെന്നും MLA അറിയിച്ചു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും DGPക്കും MLA പരാതിയും നൽകി. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.